ഹായ് ഡീസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ കുറേ നാളത്തേനും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളിന്ന് സഫലീകരിക്കാൻ വേണ്ടി പോകട്ടോ ഗൈസ്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് വലിയ വീഡിയോസിലൂടെ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മളത് ഒരുങ്ങിയിരിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്താ പണി നോക്കിയാലോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഒട്ടും വലിച്ചു കിട്ടുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മീൻകുളം സെറ്റാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ അതിൻ്റെ പണിതാ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടാവില്ല. അപ്പോൾ എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയതാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ആട്ടോ നമ്മുടെ മീൻകുളം സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. തകൃതിയായിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി റൗണ്ടിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കാട് പിടിച്ച് കിടക്കാട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നേരത്തെ കിറ്റാച്ചിക്ക് ചെറിയൊരു കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മീൻകുളം ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അത് നമ്മൾ അന്ന് സെറ്റാക്കിയിട്ടെങ്കിലും അന്ന് നമുക്ക് എന്തൊക്കെയോ ഒരു സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം മൂലം നമുക്ക് അന്നത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്കിനി ഒരു വിശ്രമമുള്ളൂ കേട്ടോ. കാരണം ആ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ പൊള്ളുന്നൊരു വെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാട്ടോ അവിടെ രണ്ടുപേരും തകൃതിയായിട്ട് കുഴിയൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാടുകളൊക്കെ മേളിക്കുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ചെത്തി മാറ്റിയതിന് ശേഷം അടിയിലേക്ക് ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പിലാണോ നമുക്ക് കുഴിയെടുക്കേണ്ടത് മീൻകുളം എന്ന് പറയുമ്പോൾ. എന്തായാലും ഇതിൻ്റെ ചുറ്റും ഫുള്ള് നമ്മുടെ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഏലവാട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന 1-2 കൂട്ടുകാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ചേച്ചി എന്താണ് നിങ്ങളുടെ കൃഷി രീതികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഇല്ലാത്തൊരു മീൻകുളമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്തു വിടുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് അതെന്തായാലും ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കിനി ബാക്കി കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ കുഴിയെടുക്കലൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻകുളത്തിൻ്റെ പരിപാടികളൊക്കെ ആട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് കുറച്ച് മുളക് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തന്നെയായിരുന്നു നമുക്ക് മുളക് പറിക്കാൻ. അപ്പോൾ കുറച്ച് മുളകേ പറിക്കാനുണ്ട്. കാരണം തിരഞ്ഞ് പറിക്കലായിരുന്നു. നേരത്തെ മൂക്കാത്തതായിട്ടുള്ള മുളകൊക്കെ നമ്മളിങ്ങനെ നിർത്തിയില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏകദേശം കാലം പഴുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുളക് കറി കഴിഞ്ഞിട്ട് 10 മണി 10:30 ആയപ്പോഴത്തേനും മുളക് പറിക്കലിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്പ്രിംഗ്ലർ വെക്കുന്നതിന് മണ്ണ് അത്യാവശ്യം ഒരു തണുപ്പുണ്ട് കേട്ടോ. അതായത് നന്നായിട്ട് നനഞ്ഞിട്ടില്ലെങ്കിലും ചെറിയൊരു തണുപ്പായിട്ടാട്ടോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയാം. കാരണം അങ്ങനെ തറച്ചിങ്ങനെ ഭയങ്കര ഈ ഒരു വേനൽക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം നനച്ച് കൊടുത്താലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വരണ്ട് തുടങ്ങും. പക്ഷേ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രിംഗ്ലർ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു നനവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെത്താന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ കണ്ടോ ഗൈസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള സ്പ്രിംഗ്ലർ ആട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മീൻകുളം കുത്തി സെറ്റാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സ്പ്രിംഗ്ലറൊക്കെ നമുക്ക് ഇനി ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. കാരണം ഇത് നമുക്ക് ഇവിടെ ടാർപ്പായും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് നമുക്കൊരു തടസ്സം. അപ്പം എന്തായാലും അത് കുറച്ചങ്ങോട്ട് നീക്കേണ്ടി വരും. അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കും. അപ്പം എന്തായാലും പണി നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കല്ലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നീക്കില്ല. കാരണം അടിയിൽ എന്ന് പറയുമ്പോൾ ബേസ് നല്ല അടിപൊളിയായാലും നമുക്ക് ആ ഒരു മീൻകുളത്തിൻ്റെ ഷീറ്റൊക്കെ വിരിക്കുന്ന ടൈമിലായാലും എല്ലാം ഇപ്പോൾ ഒരുപാട് കല്ലും കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഷീറ്റ് വിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ബേസ് നല്ല അടിപൊളിയാക്കിയാൽ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സക്സസ് ആവുള്ളൂ. അപ്പോൾ അടിയിൽ നിന്ന് നന്നായിട്ട് തന്നെ ചെത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മണ്ണൊക്കെ മേളിലേക്ക് കയറ്റി ഒന്നുകൂടി ഒന്ന് ലെവലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമല്ല, കുറച്ചുകൂടി ഒന്ന് വലുപ്പത്തിലെടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചുള്ളത്. എന്നാലും കുറച്ചുകൂടി വലുപ്പത്തിൽ ഒന്ന് സെറ്റ്. നേരത്തെ നമ്മൾ ഈ കല്ലും കട്ടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഇപ്പോഴാണ് ഇതാ കളിക്കുമ്പോൾ അതിലും വലിയൊരു ഭീകരനെയാണ് കഴിച്ച് നമുക്ക് കിട്ടിയില്ല. കാരണം ഈ ഒരു ഭാഗത്തായിട്ടൊരു കവുങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റിയാട്ടോ അവിടെ കിടക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മുറിച്ചതിൻ്റെ കൂടെ തന്നെ ദ്രവിച്ച് അത്യാവശ്യം മണ്ണുമായിട്ട് അങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് മൊത്തമായിട്ട് ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് നേരത്തെ നമ്മൾ ഈ ഒരു ഭാഗം കിറ്റാച്ചിക്ക് കുഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. പക്ഷേ അതിപ്പോൾ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം അന്നേരം നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും റിസ്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ 1 വർഷം ഏകദേശം ആവാനായതുകൊണ്ട് തന്നെ മഴയുടെ ഒരു എഫക്റ്റിലും അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്നിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴി കുറച്ചൊന്ന് ഇടിഞ്ഞ് താഴേക്ക് മണ്ണൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മണ്ണ് കിടക്കുന്നതൊക്കെ നന്നായിട്ട് തന്നെ മാറ്റി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു മീൻകുളം സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു പേരമരം ഉള്ളത്. ഈ ഒരു പേരമരം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പേരമരമാണ്. പിന്നെ ചുറ്റും ഫുള്ള് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ തയ്യേലങ്ങളാണ്. അപ്പോൾ എല്ലാം നമ്മൾ മരുന്നും കൂടി കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗൈസ്, നമ്മുടെ പേരമരത്തിലാണെങ്കിൽ ചെറിയ പേരയ്ക്കുകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല വെയിലുള്ള സമയത്ത് തന്നെ ഇത് മൂത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മധുരം ഉണ്ടാകും. അല്ല മഴക്കാലമൊക്കെ ആകുമ്പോഴാട്ടോ ചില ടൈമിലൊക്കെ നന്നായിട്ട് മൂത്ത് പഴുക്കാറുള്ളത്. അങ്ങനെ ടൈമിൽ ഒട്ടും മധുരം ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കി ചെറുതായിട്ട് ഇങ്ങനെ നിറച്ചുണ്ടായിരിക്കും കേട്ടോ. ഉണ്ടായി കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക, ഇതിന് പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേനൊക്കെ നിറച്ച് കിളികളുടെ ഒരു കലവിലെ ബഹളം തന്നെ ആയിരിക്കും കേട്ടോ. ഒരുപാട് കിളികളൊക്കെ ഇതിൻ്റെ ചോട്ടിങ്ങനെ പഴുത്തത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേനും കാണാം കേട്ടോ. ഒരുപാട് പല വെറൈറ്റി കിളികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് വൈൽഡ് ബേർഡ്സിനൊക്കെ ചെറിയ സൗണ്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും രാവിലെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കാഴ്ച നല്ല അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. അത് നോക്കി ആ ഒരു കൊമ്പിലൊക്കെ ആയാലും നിറച്ചുണ്ട് കേട്ടോ നമ്മൾ ചെറിയ പേരയ്ക്കുകൾ.
പിന്നെ നമ്മുടെ സൂര്യൻ ചേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, നന്നായിട്ട് കത്തി ചൊലിച്ച് നിൽക്കുന്നതുടനെ ആശാനിതാ എൻ്റെ ക്യാമറയിലേക്ക് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ച് വെക്കുന്നുടനെ ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് എത്രത്തോളം എഫക്റ്റിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മീൻകുളത്തിൻ്റെ അവസ്ഥ ഏകദേശം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് കുറേ പണികളുണ്ട്. നമുക്ക് എന്തായാലും വഴിയെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ക്യാപ്സിക്കോൻ്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തന്നെ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്ന് നടന്നൊരു ടൈമിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഗൈസ് നമുക്കന്ന് മഴ പെയ്തതേ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ്ലർ തന്നെ കനിയേണ്ടി വന്നിട്ട് അവിടെ ഒരു മഴ പെയ്തൊരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു നനവൊക്കെ കിട്ടിയതിന് ശേഷം നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒരു വളവും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തായിരിക്കും നല്ല കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക. അത് വേറെ നല്ലതാണ് നമ്മുടെ കാന്താരി ആട്ടോ. നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കം നോക്കാൻ പോയതിൻ്റെ ഒരു മേൽഭാഗത്തായിട്ടൊരു കാന്താരിയുടെ തൈ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള ഒരു തൈ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ കമ്പ് വേറൊരു കമ്പ് വീണിട്ട് അങ്ങനെ ഒടിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതോടെ ഇങ്ങനെ എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ നമുക്ക് കാന്താരി എന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെയൊക്കെ നമ്മുടെ ഏലമൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ചിമ്പൊക്കെ പൊടി ഇപ്പം നമ്മൾ എല്ലാ ഏലത്തിനും നന്നായിട്ട് വളപ്രയോഗം ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കാണാനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1 വീക്ക് കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു എഫക്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് വന്ന് നമ്മുടെ പേരമരത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പേരയ്ക്കും ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഹൈറ്റിലേക്കാണ്. നമുക്കിങ്ങനെ താഴെ നിന്ന് പറിക്കാൻ പാകത്തിന് അങ്ങനെ ഇപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒരുപാട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. കാരണം ഇപ്പം ഉണ്ടായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. താഴത്തെ കൊമ്പുകളിലൊക്കെ ആയിട്ട്. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് കൈവച്ച് പറിക്കാവുന്ന ആ ഒരു ഏരിയയിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ മേലുണ്ടായത് ഫുള്ള് നമുക്ക് പറിക്കണമെന്നുണ്ടെങ്കിൽ തോട്ടിയുടെ സഹായം വേണ്ടി വരും കേട്ടോ. അങ്ങനെ എന്തായാലും താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേനും മീൻകുളത്തിൻ്റെ സ്റ്റേജ് വീണ്ടും മാറിയിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് പണിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് പോകാം കേട്ടോ. കാരണം നമുക്ക് ചേച്ചിമാരിന്ന് പണിക്കുന്നുണ്ട് കേട്ടോ. കാരണം വരുന്നത് നമ്മുടെ ഏലൊരിക്കലിൻ്റെ പരിപാടി ഫുള്ള് ഫിനിഷ് ആയതുകൊണ്ട് നമ്മളിനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കായുണ്ട് കേട്ടോ പറിച്ചെടുക്കാൻ വേണ്ടി. ഒരുപാടൊന്നും ഇല്ല. കാരണം ഇപ്രാവശ്യം നമുക്ക് പൊതുവേ എല്ലാ പ്രാവശ്യത്തേനും അപേക്ഷിച്ച് നന്നായിട്ട് കുറവാട്ടോ. എന്തായാലും നമുക്ക് ഉള്ളത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചേച്ചിമാരുണ്ട് കേട്ടോ. കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്തായാലും അവർ കാ പറിക്കുന്നതിൻ്റെ അവിടെ ഒന്ന് നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന്. പോകുന്ന വഴിക്കാണെങ്കിൽ നോക്കി നമ്മളിവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ചോളവും അതേപോലെ നമ്മുടെ പയറിൻ്റെ വിത്തുകളൊക്കെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നോ. അപ്പോൾ എല്ലാം മുളച്ചത് ഈ ഒരു സ്റ്റേജിലേക്ക് 2 ഇല പരുവത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചോളമായാലും അതേപോലെ തന്നെ നമ്മുടെ പയറായാലൊക്കെ. പയർ നമ്മൾ കുറ്റിപ്പയറാട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കഴിച്ചാൽ നോക്കി നമ്മളിങ്ങനെ നടന്നു പോയപ്പോഴാട്ടോ നോക്കി നല്ല രസമുണ്ട് കേട്ടോ. നല്ല തണുപ്പാട്ടോ ഇതിന്. ചെറിയ ഈ ഒരു പളയുടെ കുമ്പുണ്ടല്ലോ താട്ടോ. ഇതിങ്ങനെ വീശാനൊക്കെ നല്ല അടിപൊളിയാട്ടോ. നല്ല വേനൽക്കാലം കൂടിയാണല്ലോ അപ്പോൾ. അങ്ങനെ എന്തായാലും അതും എടുത്ത് ഞാൻ നേരത്തെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ താഴേന്ന് ഇങ്ങനെ മേളിലേക്കാട്ടോ പറിച്ച് കയറുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം പറിച്ച് എത്തിയെന്ന് അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഫുഡൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒരു 10 മണിയായപ്പോഴത്തേനും ഫുഡൊക്കെ ഞാൻ അവർക്ക് കഴിക്കാനുള്ളത് 2 നേരത്തേക്ക് ഒരുമിച്ച് ഫുഡും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കാട്ടോ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന അടുത്തൊരു കാഴ്ച കണ്ടത്. അപ്പോൾ അതെന്താ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാട്ടോ. വേറെ നല്ലട്ടോ നോക്കിയ ഗൈസ്. എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരാൾ തക്കോ അങ്ങനെ നമ്മുടെ നേന്ത്രവാഴ കൊലച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റത്തെ കൊലയല്ലാട്ടോ. കാരണം 1-2 ഭാഗത്ത് ഇങ്ങനെ വാഴകൾ കൊലച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ആയാലും. പിന്നെ നമ്മുടെ നേന്ത്രവാഴയുടെ ഒക്കെ കൈയൊക്കെ ഒരുക്കി നല്ല സെറ്റാക്കി നിർത്തിയിരിക്കും കേട്ടോ. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ചേച്ചിമാർ പണിക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു വാഴയുടെ കൈയൊക്കെ ഒന്ന് ഒരുക്കി സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആ വാഴയൊക്കെ കൊലച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ കൊലയൊക്കെ ഒന്ന് മൂത്ത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കറക്റ്റ് നമ്മുടെ താഴെ പറമ്പിലേക്ക് പോകുന്ന വഴിക്കാട്ടോ ഈ ഒരു വാഴ കൊലച്ചിട്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തൊക്കെ കൊലച്ചിട്ടൊന്നുമില്ല. അപ്പോൾ 1-2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊലച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാതെ സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്താണ് ഞാൻ നടന്നു നടന്നത് ഏകദേശം അവർ പണിയെടുക്കുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കാരണം പറഞ്ഞല്ലോ അവരുടെ സംസാരം കേൾക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. ഇനി നമുക്ക് കായ എടുക്കാൻ വേണ്ടിയിട്ട് 5 ചേച്ചിമാരായിട്ടുള്ളത് ഏലക്കായ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏലമൊക്കെ ഒരിക്കൽ ചേച്ചിമാരല്ലോ. അപ്പോൾ അവർ തന്നെയാണോ നമ്മുടെ കായും എടുക്കുന്നത്. നമ്മുടെ പറമ്പിൽ തവളയുടെ ശല്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത് കായൊക്കെ ഇങ്ങനെ നന്നായിട്ട് പഴുക്കുമ്പോൾ അതിന് നല്ലൊരു മധുരമായിരിക്കും ഉള്ളിൽ ആ ഒരു സീഡൊക്കെ ആയത്. അപ്പോൾ അത് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് തവളകൾ വന്നിട്ട് നമ്മൾ പ്രോപ്പർ ടൈമിൽ നമുക്ക് ആളെ കിട്ടിയിലെടുക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ പകുതി മുക്കാലുള്ള നമ്മുടെ തവളക്കുട്ടന്മാരനെ അകത്താക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് എന്തായാലും ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ എന്താ പരിപാടി നോക്കട്ടെ. ഏകദേശം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉച്ചത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ തകൃതിയായിട്ട് ഇവിടെ നമ്മുടെ കായ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ചുവട്ടിലായിട്ട് കായ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒല്ലാം എടുക്കണത് അത് വരുന്നല്ല കേട്ടോ ഗൈസ്. നമ്മൾ സാധാരണ ഈ ഒരു ടൈമിൽ അങ്ങനെ കായ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അത് അവരോട് പറഞ്ഞപ്പോൾ ഈ ഒരു ടൈമിലല്ല നമുക്കിനി എല്ലാ സമയത്തും കായ എടുക്കാൻ മാത്രം കായ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കായ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മുടെ ഈ ഒരു കായ് മൂത്തോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ചെടി തന്നെ നോക്കുമ്പോൾ ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. അതായത് ഒന്നിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ തന്നെ ആയാലും നന്നായിട്ട് സീഡ് ബ്ലാക്ക് കളറിലേക്ക് ആവുന്നതാണ്. നന്നായിട്ട് മൂത്തൊരു സ്റ്റേജിൽ തന്നെ. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കായ എടുത്ത് തുടങ്ങുന്നത്. പിന്നെ കൃഷിയെ സ്നേഹിക്കുന്ന കർഷകർക്ക് എന്തൊരു വിളവെടുപ്പാണെങ്കിലും അതിന് ഏലക്കായ ആയിക്കോട്ടെ കാപ്പിക്കുരു ആയിക്കോട്ടെ ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ അത് നമുക്കൊരു സന്തോഷത്തിന് ഉത്സവം തന്നെയല്ല. അപ്പം എന്തായാലും ആ ഒരു സന്തോഷത്തിലാട്ടോ ഇന്ന് ഞങ്ങൾ
കായ് പ്രാവശ്യം നമുക്ക് പൊതുവേ കുറവായതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്ന് എടുത്തിട്ട് മുകളിലേക്ക് കയറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാറുണ്ട്. കാരണം മുകളിലേക്കൊന്നും ഇങ്ങനെ ഒരുപാട് കായ് എടുക്കാനില്ല. പിന്നെയും കുറച്ച് എടുക്കാനുള്ളത് താഴ്ഭാഗത്തായിട്ട് എടുത്തുകൊണ്ട് കേട്ടോ അവർ ആദ്യം തന്നെ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കായ് അടുക്കള ഇന്നത്തോടു കൂടി ഫിനിഷ് ആവുക. കാരണം ആ പകുതി മുക്കാലോളം ഏകദേശമൊക്കെ എടുത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉള്ളിട്ട് എടുക്കാറുണ്ടെന്നാൽ എന്തായാലും ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവരും കൂടി തീർക്കുന്നുണ്ടാവും. എല്ലാവരുടെ കയ്യിലും കായ എടുത്തത് പറിച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ ബക്കറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു ബക്കറ്റ് നിറയുന്നതിനനുസരിച്ച് നമ്മളത് താഴെ ചാക്ക് വെച്ചിട്ട്, അതായത് ഏകദേശം അവർക്ക് ഇടാൻ പാകത്തിനുള്ള ആ ഒരു സർക്കിളിൽ തന്നെയായിട്ട് നമ്മൾ ചാക്ക് വെച്ചിരിക്കണം. അപ്പോൾ എന്തായാലും നിറയുന്നതനുസരിച്ച് അവർ ആ ഒരു ചാക്കിൽ കൊണ്ട് ഇടാറാണ്. പിന്നെ എന്താ ലാസ്റ്റ് പോയി നമ്മൾ എടുത്തിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കായ എടുക്കലുടെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണെങ്കിൽ നമ്മുടെ ഏലമൊക്കെ നമ്മൾ കായ എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ തൈകളൊക്കെ നന്നായിട്ട് ഒരുക്കി നിർത്തിക്കൊണ്ട് കായ എടുക്കുമ്പോഴായാലും അവർക്കും കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമ്മളെപ്പോഴും കായ എടുക്കുന്നതിന് മുന്നായിട്ട് ഏലം മുറിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. പിന്നെ എങ്ങാനും നമുക്കിനി ബൈ ചാൻസ് ഇങ്ങനെ പണിക്കാരൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ പിന്നെ അവിടെ പെൻഡിങ് ഇടാറുള്ളൂ. എന്നാലും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യാറ്. അതായത് നമ്മൾ ഏലം ഒരുക്കിയതിന് ശേഷം കായ എടുക്കുക. അപ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ല, അവർക്കായാലും ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ താഴത്തെ ഏകദേശം എല്ലാം കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് മേളിലേക്കുള്ള കുറച്ച് കായോടി എടുക്കാറുണ്ട്. അപ്പം എന്നാലും അതുകൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ കൈയെടുക്കൽ ഫിനിഷ്. അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നൊരു ടൈമിൽ എനിക്ക് വരുന്നൊരു കമൻറ്റാണ്, ചേച്ചി ഏലത്തിൻ്റെ തൈകൾ കൊടുക്കാനുണ്ടോ എന്നൊക്കെ. അപ്പം എന്തായാലും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഒരു 3-4 വെറൈറ്റി ഏലാണുള്ളത്. അതായത് കാണിപ്പറമ്പൻ, അതേപോലെ തന്നെ ഞെരളാണി, അങ്ങനെ കുറച്ച് വെറൈറ്റിയാണുള്ളത്. അപ്പോൾ എന്തായാലും തൈ ഗൈസ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനില്ല. അവിടെ നിലവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വർഷമാകുമ്പോഴത്തേനൊക്കെ ഏകദേശം നമുക്ക് അത്യാവശ്യം തൈകളൊക്കെ കൊടുക്കാനുണ്ടാവും. എന്നാൽ ആ ഒരു സമയമാകുമ്പോഴത്തേനും കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എത്ര തൈ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ ഇവിടെ തന്നെ പറമ്പിൽ തന്നെ പറിച്ച് ഉണക്കി എടുത്തിട്ടുള്ള നമ്മുടെ കുടംപുളി അടപ്പുതൽ. അത് ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊന്ന് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നേരിട്ട് പോകുന്നത് നമ്മുടെ മീൻകുളം കുത്തുന്ന ആ ഒരു ഏരിയയിലേക്കാട്ടോ. കാരണം എന്തായെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിലാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് ഇവിടെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ തന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ മീൻകുളത്തിൻ്റെയൊക്കെ നെക്സ്റ്റ്, അതായത് ഫുൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.